നെയ്യാറ്റിൻകരയിൽ അതിയന്നൂർ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ് അതിയന്നൂരിൽ തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നത്. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നു. രാത്രിയോടെയാണ് സംഭവം നടന്നിരിക്കുന്നത്. വിവരങ്ങളുമായി KG ദിനകർ ചേരുകയാണ്. ദിനകർ, എന്താണ് സംഭവം? ദിനങ്ങളിലേക്ക് ഉടൻ തന്നെ എത്താം. നെയ്യാറ്റിൻകരയിൽ അതിയന്നൂർ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തീയിട്ട് നശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടെയാണ് സംഭവം നടന്നിരിക്കുന്നത്. ഒരു സംഘം ആളുകളാണ് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നത്. ലോക്സഭാ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. രാത്രിയോടെയാണ് സംഭവം നടന്നിരിക്കുന്നത്. അതിയന്നൂർ നെയ്യാറ്റിൻകരയിൽ അതിയന്നൂർ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നു. ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് തെളിവ് ശേഖരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ അതിയന്നൂർ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തീയിട്ട് നശിപ്പിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്ന നിലയിലാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്താം. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് കേരളത്തിലേക്ക് വന്നത് ആരെ നേരിടാനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്ടിലെ LDF സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് മുല്ലപ്പള്ളി പറഞ്ഞപ്പോൾ അത് കേട്ടത് BJP ആണെന്നും ഇടതുപക്ഷം ജയിക്കാൻ വേണ്ടിയാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നതെന്നും പിണറായി പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ ശക്തി രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകുമെന്നും അദ്ദേഹം കോഴിക്കോട് പ്രതികരിച്ചു. കേരളത്തിലേക്ക് വന്നല്ലോ, ഏത് BJP നേരിടാനാണ്? വയനാട്ടിൽ നിങ്ങൾ നേരിടുന്ന BJP സ്ഥാനാർത്ഥി ഏത്? നിങ്ങൾ പറയണ്ടേ? ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുക. നമ്മുടെ KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയുണ്ടായി. ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ആലോചിച്ച് ഈ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ഇദ്ദേഹത്തിന് പിന്തുണ കൊടുക്കണം. ആ പ്രസ്താവന ഒരു കൂട്ടർ അംഗീകരിച്ചു കേട്ടോ. BJPക്ക് സ്ഥാനാർത്ഥിയില്ല അവിടെ. BJP അല്ല ഞങ്ങൾ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് നിർണായക ശക്തിയാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. അത് ജയിക്കാൻ വേണ്ടി നിർത്തിയ സ്ഥാനാർത്ഥിയാണ്. അത് ഓർത്തോളണം. ആരെങ്കിലും വരുന്നു എന്ന് കേട്ടാൽ എന്നാ നിങ്ങൾ പോയിപ്പോ ഞങ്ങളിങ്ങ് പോവുകയാണ് എന്ന് പറയുന്നവരല്ല ഇടതുപക്ഷ ജനാധിപത്യം. വയനാട്ടിലെ പ്രചാരണത്തിൽ ലീഗിന്റെ പതാക കുറയ്ക്കാൻ മുസ്ലിം ലീഗ് നേതാവിന്റെ നിർദ്ദേശം. മുസ്ലിം ലീഗ് പതാക പ്രചാരണത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് തിരിച്ചടിയാകുമെന്നാണ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി യഹ്യ ഖാൻ തലക്കൽ പറയുന്നത്. രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിക്കാൻ എത്തുമ്പോഴും മറ്റു പ്രചാരണങ്ങളിലും പച്ചക്കൊടികളുടെ എണ്ണം കുറയ്ക്കണമെന്നാണ് നിർദ്ദേശം. നേതാക്കന്മാരടങ്ങിയ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൂടെയാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം UDF നേതാക്കൾ കോഴിക്കോട് യോഗം ചേരുന്നു. യോഗത്തിൽ വയനാട് പ്രചാരണം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും. പടക്കളത്തിൽ നിന്ന് ഓടിയൊളിച്ച രാഹുൽ ഗാന്ധി തോൽക്കുമെന്ന് CPIM PB അംഗം S രാമചന്ദ്രൻ പിള്ള. വയനാട്ടിലും അമേഠിയിലും രാഹുൽ ഗാന്ധി പരാജയപ്പെടും. അമേഠിയിൽ BJPയെ നേരിടാൻ അനുയോജ്യനായ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് CPIM ആലോചിക്കുമെന്നും SRP. കണ്ണൂർ പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അമേഠിയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ എങ്ങനെ വരുന്നു എന്ന് ഞങ്ങൾ നോക്കി ആർക്കാണോ BJPയെ തോൽപ്പിക്കാൻ കഴിയുക അവർ വോട്ട് ചെയ്യും. അതാണ് ഞങ്ങളുടെ പൊതുത്തി. ഞങ്ങൾ പൊതുവായി എടുത്തിരിക്കുന്നത് BJPയെ തോൽപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകുന്നതാണ്. പടക്കളത്തിൽ നിന്ന് BJPയെ നേരിടാൻ തയ്യാറാകാതെ ഓടിയൊളിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ്. അവിടുത്തെ സ്ഥാനാർത്ഥികൾ വരട്ടെ, വരുന്നത് നോക്കിയിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. എൻ്റെ ഈ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഉരുത്തിരിഞ്ഞു വരുന്നത് നോക്കിയാൽ ജയിക്കാൻ സാധ്യതയില്ല.
ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് വയനാട്. ഗ്രാമീണ മേഖലകളടക്കം കേന്ദ്രീകരിച്ച് പ്രചാരണം ശക്തമാക്കുകയാണ് LDF. CPIഎമ്മിന്റെയും CPIയുടെയും പ്രത്യേക പ്രവർത്തക കൺവെൻഷനുകളും വയനാട്ടിൽ നടന്നു. കോടിയേരി ബാലകൃഷ്ണനും കാനം രാജേന്ദ്രനും പങ്കെടുത്തു. രാഹുൽ ഗാന്ധിയുടെ മത്സരത്തിലൂടെ പുതിയ ദിശയിലെത്തിയിരിക്കുന്നു വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് ചിത്രം. ഇടത് വലത് മുന്നണികളുടെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്നുറപ്പ്. ബൂത്ത് തലം മുതൽ പ്രചരണ പ്രവർത്തനങ്ങൾ LDF ശക്തമാക്കി. UPIയുടെയും NDAയുടെയും നയങ്ങൾ വയനാട്ടിലടക്കം സാധാരണ ജനവിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിച്ചതടക്കം LDF ക്ഷേമ പ്രവർത്തനങ്ങളും വികസനവും രാഹുൽ ഗാന്ധിയുടെ സുരക്ഷിത മണ്ഡലം തേടിയുള്ള ഒളിച്ചോട്ടവുമെല്ലാം ഉയർത്തിക്കാട്ടിയാണ് LDF പ്രചരണം. പ്രത്യേക പ്രവർത്തക കൺവെൻഷൻ CPM കൽപ്പറ്റയിൽ സംഘടിപ്പിച്ചു. കോടിയേരി പങ്കെടുത്തു. UDF ഭരിച്ച കാലത്ത് 2001-2006 കാലത്ത് മാത്രം 500-ൽ പരം കർഷകരാണ് വയനാട് ജില്ലയിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. വയനാട്ടിൽ മാത്രം. ആ നയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വക്താവും പ്രചാരകരുമായിരുന്ന കോൺഗ്രസ് പ്രസിഡന്റ് ഈ ദുരന്തത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? CPIയും പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. BJP ചിത്രത്തിലേ ഇല്ലാത്ത മണ്ഡലത്തിലേക്കാണ് രാഹുൽ ഗാന്ധി BJP എതിർക്കാൻ എത്തുന്നതെന്ന് കാനം പറഞ്ഞു. NDA ഇവിടെ കെട്ടിവെച്ച പണമില്ലാത്ത ഒരു മുന്നണിയാണ് എന്ന യാഥാർത്ഥ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ബോധ്യമായതാണ്. മനസ്സിലായില്ലേ? ആ സ്ഥലത്തേക്കാണ് നരേന്ദ്രമോദിയെ എതിർക്കാൻ രാഹുൽ ഗാന്ധി വരുന്നത്. ആ സത്യം ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി വ്യാഴാഴ്ച വയനാട്ടിൽ പത്രിക സമർപ്പിക്കാനെത്തും. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും മണ്ഡലത്തിൽ പ്രചരണം തുടങ്ങി. മുന്നണികളുടെ ദേശീയ നേതാക്കളടക്കം വയനാട്ടിൽ അടുത്ത ദിവസങ്ങളിൽ എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് ആവേശം അനുദിനം ചൂടേറും. ന്യൂസ് ബ്യൂറോ, വയനാട്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക BJP രാഷ്ട്രീയ ആയുധമാക്കുന്നു. പ്രകടന പത്രികയിലെ ആശയങ്ങൾ അപകടകരമായ വാഗ്ദാനങ്ങളാണെന്നും രാജ്യത്തിനെ ശിഥിലീകരിക്കുന്ന ആശയങ്ങളാണെന്നും BJP ആരോപിക്കുന്നു. എന്നാൽ രാജ്യദ്രോഹ കുറ്റത്തിനും അപ്സ്പെയിലും ഭേദഗതി കൊണ്ടുവരുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് കോൺഗ്രസിന്റെ വാദം. രാജ്യദ്രോഹ കുറ്റത്തെ നിർവചിക്കുന്ന 124A വകുപ്പ് എടുത്തുകളയും. കസ്റ്റഡി പീഡനവും 3-ാം മുറയും തടയുന്ന പീഡന നിരോധന നിയമം കൊണ്ടുവരും. സൈന്യത്തിന് പ്രത്യേകാധികാരങ്ങൾ നൽകുന്ന സായുധസേന പ്രത്യേകാധികാര നിയമം പരിഷ്കരിക്കുമെന്നുമാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നത്. എന്നാൽ ഈ ആശയങ്ങളെല്ലാം അപകടകരമായ വാഗ്ദാനങ്ങളാണെന്നാണ് BJP ആരോപിക്കുന്നത്. ഈ ആശയങ്ങൾ രാജ്യത്തെ ശിഥിലീകരിക്കുമെന്നും രാജ്യദ്രോഹ കുറ്റം റദ്ദു ചെയ്യുമെന്നും പറയുന്ന പാർട്ടിക്ക് ഒരു വോട്ടിന് പോലും അവകാശമില്ലെന്നുമാണ് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ വാദം. മാവോയിസ്റ്റ്, ജിഹാദി എന്നിവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം വാഗ്ദാനങ്ങൾ കോൺഗ്രസ് നൽകിയിരിക്കുന്നതെന്നും BJP ആരോപിക്കുന്നു. मैनिफेस्टो में लिखा है उसी पेज पे कि CRPC को बदला जाएगा, कि जमानत अब से नियम बन जाएगा और जमानत न देना केवल उसका अपवाद. तो कोई आतंकवादी, टेररिस्ट, बहुत बड़ा क्रिमिनल, ये तो न्यायपालिका का फंक्शन है. तो फिर जो महिलाओं से अपराध करेगा, तो किस लिए लिप सिंपैथी दिखला रहे थे आज मैनिफेस्टो के में? जो बड़े बड़े घटनाएं करते हैं, CRPF के, स्टेट पुलिस के लोगों को मारते हैं, यह प्रावधान डाला गया है इस देश के माओवादियों की और जिहादियों की रक्षा करने के लिए कि कुछ समय के पश्चात उनको जमानत मिल जाए. രാജ്യദ്രോഹം ചൂണ്ടിക്കാട്ടി ഹിന്ദു വോട്ടുകൾ പെട്ടിയിലാക്കാനാണ് BJP കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ ഈ ആശയങ്ങളെ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ 54 പേജുള്ള പ്രകടന പത്രികയിലെ കാര്യങ്ങൾ ഇന്ത്യയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും വാഗ്ദാനങ്ങൾ 5 വർഷം കൊണ്ട് നടപ്പിലാക്കുമെന്നും കോൺഗ്രസ് ഉറപ്പിച്ചു പറയുന്നു. രാജ്യദ്രോഹ കുറ്റം കൊളോണിയൽ കാലത്തെ നിയമമാണ്, അത് മാറ്റുക തന്നെ വേണമെന്നാണ് കോൺഗ്രസ് വാദം. സൈന്യത്തിന് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന സായുധസേന പ്രത്യേകാധികാര നിയമം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു വാഗ്ദാനമെന്ന് ചിദംബരം പറയുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനങ്ങളാണ് സംഘി എന്ന ആക്ഷേപത്തിന് കാരണമെന്ന് ഇടതുമുന്നണി പാർലമെന്റ് കമ്മിറ്റി സെക്രട്ടറി K. വരദരാജൻ. LDF അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചിട്ടില്ല. എന്നാൽ പ്രേമചന്ദ്രന് BJP ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ സംഘി എന്ന് ആരെങ്കിലും കരുതിയാൽ തെറ്റുപറയാൻ കഴിയില്ലെന്നും K. വരദരാജൻ പ്രതികരിച്ചു. BJPയുടെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തോടെ കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് LDF പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. UDF സ്ഥാനാർത്ഥി സംഘിയാണെന്ന ആരോപണം LDF ഉന്നയിച്ചിട്ടില്ല. BJPയുമായി ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. UDFന് പോലും ചേരാത്ത ചില പ്രവർത്തനങ്ങളിലൂടെയും നടപടികളിലൂടെയുമാണ് സംഘിയാണെന്ന് പ്രചരിക്കുന്നത്. അതിനു പിന്നിൽ LDF അല്ല. വ്യക്തിപരമായ ഒരു സ്ഥാനാർത്ഥിയെയും LDF ആക്ഷേപിച്ചിട്ടില്ല. ഞങ്ങൾ അദ്ദേഹത്തെ സംഘിയെന്നൊന്നും ഞങ്ങൾ വിളിച്ചിട്ടില്ല. അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അത് ഒരു UDFന് പോലും ചേരാത്ത ചില പ്രവർത്തികൾ അദ്ദേഹം ഏർപ്പെട്ടു എന്ന്, ചില കാര്യങ്ങൾ
സവിസ്തരമായി പ്രതിപാദിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു. അദ്ദേഹം സംഘിയാണെന്നോ അദ്ദേഹത്തിന് സംഘിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നോ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളിത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ തന്നെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീമാൻ വേലായുധൻ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ആക്ഷേപിച്ചതല്ലല്ലോ. RSPയുടെ ചിഹ്നം ഇന്ന് ത്രിവർണ പതാകയ്ക്കകത്താണെന്നും ജനപക്ഷത്തിന്റെ അടയാളമായ ചുമപ്പിലല്ലെന്നും ജനത്തിന് നന്നായി അറിയാമെന്ന് കെ വരദരാജൻ ചൂണ്ടിക്കാട്ടി. 40 വർഷമായി LDFന്റെ ഭാഗമായി നിന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ മുന്നണിയെ വഞ്ചിച്ച് UDFൽ ചേക്കേറിയതാണ് പ്രേമചന്ദ്രൻ. ചവറയിലെ തോൽവിയെ തുടർന്ന് 2 വർഷം സ്ഥാനമില്ലാതെ മാറി നിന്നപ്പോൾ മുന്നണിയെ വഞ്ചിക്കുമെന്ന് കരുതിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് മൺവെട്ടി മൺഗൗരിയ വട്ടത്തിലുള്ള ചുവപ്പിനകത്ത് വെള്ളാക്ഷരത്തിൽ വരച്ച മൺവെട്ടി മൺഗൗരിയായിരുന്നു. ജനങ്ങൾ തെറ്റിദ്ധരിച്ചു അത് ഇടതുപക്ഷമാണ് എന്ന്. സ്വാഭാവികമാണ്. പ്രേമചന്ദ്രനെ കുറിച്ച് അന്ന് വരെ അറിയുന്നത് എന്തായിരുന്നു? അദ്ദേഹം വലിയ ഇടതുപക്ഷക്കാരനായിരുന്നു. എന്തെല്ലാം സ്ഥാനം വഹിച്ചു അദ്ദേഹം. നമ്മുടെ ഇവിടെ തന്നെ പാർലമെന്റ് മെമ്പറായി, മന്ത്രിയായി, രാജ്യസഭാംഗമായി ഒക്കെ ഇരുന്നൊരാൾ. ഇടതുപക്ഷത്തിന്റെ വലിയ വക്താവായി അദ്ദേഹം TV നിറഞ്ഞു നിന്നയാൾ. ഒരു രാത്രി കൊണ്ട് അപ്പുറത്ത് ചാടുമ്പോൾ ജനങ്ങളാകെ അത് ആ നിലയിൽ മനസ്സിലാക്കണമെന്നില്ല. അന്ന് ചുവപ്പിനകത്തെ മൺവെട്ടി മൺഗൗരിയുമായിട്ട് മത്സരിച്ച UDF സ്ഥാനാർത്ഥി ഇപ്പോൾ മത്സരിക്കുന്നത് ത്രിവർണ പതാകയ്ക്കുള്ളിലുള്ള മൺവെട്ടി മൺഗൗരികയിലാണ്. പാവപ്പെട്ട ജനങ്ങൾ ഇടതുപക്ഷമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് വോട്ട് നൽകിയത്. മുന്നണിയെ വഞ്ചിച്ചു കിടന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇന്ന് അവർക്ക് വ്യക്തമായി അറിയാമെന്നും കെ വരദരാജനും N അനിരുദ്ധനും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ബഹിരാകാശത്തിന്റെ കാവൽക്കാരനാണ് താൻ എന്ന് അവകാശപ്പെടുന്ന മോദി കാവൽക്കാരനായി അവിടെ തന്നെ തുടരട്ടെ എന്ന സീതാറാം യെച്ചൂരി. ഇന്ത്യയെ വെറുതെ വിടണമെന്നും യെച്ചൂരി പറഞ്ഞു. എറണാകുളത്തെ LDF സ്ഥാനാർത്ഥി P രാജീവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴയിലെയും കോട്ടയത്തെയും ഇടത് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിച്ച ശേഷമാണ് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി P രാജീവിന്റെ പ്രചാരണ പൊതുയോഗത്തിൽ പങ്കെടുക്കാനായി എറണാകുളത്തെത്തിയത്. മതേതര രാഷ്ട്രസങ്കല്പത്തെ തകർക്കുന്ന BJP സർക്കാരിന്റെ വികലമായ നയങ്ങളെ ശക്തമായ ഭാഷയിലാണ് യെച്ചൂരി വിമർശിച്ചത്. ബഹിരാകാശത്തിന്റെ കാവൽക്കാരനാണ് താൻ എന്ന് അവകാശപ്പെടുന്ന മോദി കാവൽക്കാരനായി അവിടെ തന്നെ തുടരട്ടെയെന്നും ഇന്ത്യയെ വെറുതെ വിടണമെന്നും യെച്ചൂരി പറഞ്ഞു. Sir, you are saying that you are the cavalcar of outer space, so please remain there in outer space and look after the situation there. Please leave India to us so that we can protect India and build a better India in the future. BJP ആണോ ഇടതുപക്ഷമാണോ കോൺഗ്രസിന്റെ മുഖ്യ ശത്രുവെന്ന് വയനാട്ടിൽ മത്സരിക്കാനെത്തുന്ന രാഹുൽ ഗാന്ധി വ്യക്തമാക്കണം. വർഗീയതയ്ക്കെതിരെ പോരാടുന്ന ഇടതുപക്ഷത്തിനെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ കൈമാറുന്ന തെറ്റായ സന്ദേശം ജനങ്ങൾ തിരിച്ചറിയുമെന്നും യെച്ചൂരി ചൂണ്ടിക്കാട്ടി. P രാജീവ് പാർലമെന്റിലെത്തിയ ശേഷം വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് യെച്ചൂരി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. LDF സംസ്ഥാന ജില്ലാ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. BJP അധികാരത്തിൽ വരാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതാധിഷ്ഠിത രാഷ്ട്രമാണ് RSS ലക്ഷ്യമിടുന്നതെന്നും NDA UPA സർക്കാരുകളുടെ സാമ്പത്തിക നയം ഒന്നെന്നും മുഖ്യമന്ത്രി. LDF കോഴിക്കോട് തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്, ബാലുശ്ശേരി, താമരശ്ശേരി എന്നിവിടങ്ങളിൽ നടന്ന LDFന്റെ നിയോജക മണ്ഡലം റാലികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷത പാടില്ലെന്നും അത് ഇല്ലാതാക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അതില്ലാതാക്കാനുള്ള നടപടികളാണ് അവർ നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏത് മതത്തിലും ആർക്കും വിശ്വസിക്കാം എന്നതാണ് ഇന്നത്തെ ഇന്ത്യ. RSSന് മതനിരപേക്ഷ സങ്കല്പ രാഷ്ട്രത്തോട് യോജിപ്പില്ലെന്നും മതാധിഷ്ഠിത രാഷ്ട്രമാണ് അവർക്കാവശ്യമെന്നും വർഗീയ സംഘർഷത്തിലൂടെ എങ്ങനെ സ്വാധീനം വർദ്ധിപ്പിക്കാനാവും എന്നാണ് അവർ ചിന്തിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വലിയ തോതിലുള്ള വർഗീയ സംഘർഷം ഉയർത്തിക്കൊണ്ടുവരാനാണ് RSS ശ്രമിച്ചിട്ടുള്ളത്, സംഘപരിവാർ ശ്രമിച്ചിട്ടുള്ളത്. വർഗീയ സംഘർഷത്തിലൂടെ തങ്ങൾക്ക് കുറച്ച് സ്വാധീനം വർദ്ധിപ്പിക്കാനാകും എന്ന് ചിന്തിക്കുന്ന നിലയും സംഘപരിവാറിനുണ്ട്. ഒരു 5 വർഷക്കാലം കൂടി അവർ അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ ഐക്യം തകരും. വലിയ അപകടത്തിലേക്കാണ് അത് രാജ്യത്തെ നയിക്കുകയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഭരണഘടനയ്ക്കെതിരെ ഗോഗോ വിളികളുമായി സംഘപരിവാർ ഇപ്പോൾ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇനി BJP അധികാരത്തിൽ വന്നാൽ ഒരു തെരഞ്ഞെടുപ്പുണ്ടാവില്ലെന്ന് സാക്ഷി മഹാരാജ് പറഞ്ഞത് അവരുടെ ഉള്ളിലിരിപ്പാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം NDA സർക്കാരും UPA സർക്കാരും നടപ്പിലാക്കുന്നത് ഒരേ സാമ്പത്തിക നയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഗീയ ശക്തികൾക്ക് വില കൊടുത്തു വാങ്ങാൻ കഴിയാത്തവരാണ് കോൺഗ്രസ് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുമോ എന്നും പിണറായി വിജയൻ ചോദിച്ചു. രാജ്യത്തിന്റെ അനുഭവം വെച്ച് ഇത് സാധിക്കില്ലെന്നതാണ് രാജ്യത്തിന്റെ അനുഭവം. വർഗീയതയ്ക്കെതിരെ പോരാടാൻ വിശ്വസ്തതയാണ് പ്രധാനമെന്നും കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്ലാവില കാണുമ്പോൾ പിന്നാലെ പോകുന്ന ആട്ടിൻകുട്ടിയെപ്പോലാവരുത് കോൺഗ്രസ് നേതാക്കൾ, നോട്ടുകെട്ടിന് പിന്നാലെ പോകുന്നവരാവരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
പ്ലാവില കാണുമ്പോൾ അതിന്റെ പിന്നാലെ പോകുന്ന ആട്ടിൻകുട്ടിയെ പോലെ ആയി മാറരുത്. കുറച്ച് നോട്ട് കെട്ടുകൾ ഇങ്ങനെ കാണിക്കുമ്പോൾ അതിന്റെ പിന്നാലെ നാക്കം നീട്ടി പോകുന്ന ഒരവസ്ഥയിലേക്ക് ഉള്ള ആളുകളെ തെരഞ്ഞെടുക്കാൻ പാടില്ല. LDF സംഘടിപ്പിച്ച ഓരോ റാലിയിലും ആയിരങ്ങളാണ് പങ്കെടുക്കാനെത്തിയത്. മുഖ്യമന്ത്രിക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് ഓരോ റാലിയിലും ലഭിച്ചുകൊണ്ടിരുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ RK ഫിറോഷിനൊപ്പം PV ജോഷില. രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം UDF നേതാക്കൾ കോഴിക്കോട് യോഗം ചേർന്നു. യോഗത്തിൽ വയനാട് പ്രചാരണം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും. വിവരങ്ങളുമായി ലതീഷ് ചേരുകയാണ്. ലതീഷ്, യോഗം പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇന്ന് എത്തുകയാണ് കേരളത്തിൽ. അതുതന്നെയായിരിക്കും പ്രധാന ചർച്ചാ വിഷയമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രിയ, UDF സംസ്ഥാനതല നേതാക്കളാണിപ്പോൾ കോഴിക്കോട് കടവ് റിസോർട്ടിൽ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇന്ന് രാത്രിയോടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുകയും അവിടെ നിന്ന് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലേക്ക് റോഡ് മാർഗം എത്തിച്ചേരും. രാവിലെ ആയിരിക്കും അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി വയനാട്ടിലേക്ക് പോവുക എന്നാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വരവ്, അതേപോലെ തന്നെ സ്വീകരണം, അദ്ദേഹത്തിൻ്റെ താമസം, അതേപോലെ നാളെ എപ്പോൾ കോഴിക്കോട് നിന്ന് പോകണം, നാമനിർദ്ദേശ പത്രിക സമർപ്പണം അടക്കമുള്ള രാഹുൽ ഗാന്ധിയുടെ വരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് UDF നേതാക്കൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. AICC ജനറൽ സെക്രട്ടറിമാരായ മുകുൾ വാസ്നിക്, അതേപോലെ തന്നെ KC വേണുഗോപാൽ, ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും, അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ 3 കോഴിക്കോട്, മലപ്പുറം, വയനാട് DCC പ്രസിഡന്റുമാർ, ഈ മണ്ഡലങ്ങളിലെ നിലവിലുള്ള അവരുടെ UDFന്റെ MLAമാർ, മറ്റ് ഘടകകക്ഷികളുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ യോഗത്തിൽ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടിയും KP മജീദ് അടക്കമുള്ളവരും ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഒപ്പം വയനാട്ടിലെ പ്രചരണം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സംബന്ധിച്ചുള്ള കൂടിയാലോചന, വിശദമായ ഒരു ചർച്ചയും ഇന്നത്തെ യോഗത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ കൊടി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രചരണം നടക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ BJP ഇതിനെ വർഗീയ ചൊവ്വയോടുകൂടി പ്രചരിപ്പിക്കുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാൻ പതാക ഉപയോഗിക്കുന്നതായുള്ള തരത്തിലുള്ള പ്രചരണം ഉത്തരേന്ത്യയിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രചാരണത്തിൽ ലീഗിൻ്റെ കൊടിയും സംബന്ധിച്ച ചില വാർത്തകൾ ഇപ്പം തന്നെ നമ്മൾ തന്നെ കൊടുത്തു കഴിഞ്ഞു. കൊടി കുറയ്ക്കണം എന്നുള്ള രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ ലീഗ് നേതാക്കളുടെ, പ്രത്യേകിച്ച് വയനാട്ടിലെ ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ എത്തരത്തിൽ ഉള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും. ലീഗിൻ്റെ കൊടി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ മുസ്ലിം ലീഗ് നേതാക്കളുമായി മാത്രം പ്രത്യേകം കോൺഗ്രസ് നേതാക്കൾ ചർച്ച ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത്തരത്തിലുള്ള ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വൈകിട്ടോടുകൂടി, രാത്രിയോടുകൂടി മാത്രമായിരിക്കും രാഹുൽ ഗാന്ധി കോഴിക്കോട്ടേക്ക് എത്തുക. അവിടെ നിന്ന് നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി വയനാട്ടിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ SPGയുടെ അടക്കം നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും രാഹുൽ ഗാന്ധിയുടെ യാത്ര എന്നതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ടടക്കമുള്ള വിഷയങ്ങളിൽ എന്തെല്ലാം തീരുമാനങ്ങൾ എടുക്കണമെന്ന് സംബന്ധിച്ചാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം വയനാട്ടിലെ പ്രചരണത്തിൽ പ്രധാനമായും ഈ മുസ്ലിം ലീഗിന്റെ കൊടിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും, അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പ്രിയ, രതീഷ്, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധിയും ഒപ്പം ഉണ്ടാകുമെന്ന് വാർത്ത വരുന്നുണ്ട്. ഇത് സ്ഥിരീകരിക്കാമോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധി എത്തുമോ? രാഹുൽ ഗാന്ധിക്കൊപ്പം ഇന്ന് പ്രിയങ്ക ഗാന്ധി എത്തുമെന്നുള്ള ചില വിവരങ്ങളുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണമൊന്നും ലഭ്യമായിട്ടില്ല. രണ്ടുപേരും 2 വിമാനങ്ങളിലായിരിക്കും എത്തുക എന്നാണ് അനൌദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. രാഹുൽ ഗാന്ധി ഇന്ന് തന്നെ വയനാട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചനയും നടക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വരവ്, അദ്ദേഹത്തിൻ്റെ യാത്ര എന്നിവ പൂർണ്ണമായും SPGയുടെ നിയന്ത്രണത്തിലാണ് എന്നതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട് മാത്രമേ അത്തരം കാര്യങ്ങളിലൊരു ഉറപ്പ് ഏത് തരത്തിലായിരിക്കും, അദ്ദേഹം എപ്പോഴായിരിക്കും കൃത്യമായി എത്തുക, താമസം, അതേപോലെ തന്നെ നാളെ യാത്ര കോഴിക്കോട് നിന്ന് എപ്പോൾ പുറപ്പെടണമെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാവും. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്ന് വയനാട്ടിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അദ്ദേഹം അത്തരത്തിൽ ഇന്ന് വയനാട്ടിലേക്ക് പോകണമെന്നുള്ള ഒരു നിർദ്ദേശം കോൺഗ്രസ് നേതാക്കളുടെ മുമ്പാകെ വെച്ചു എന്നാണ് നമുക്ക് ചില ആളുകളിൽ നിന്ന്, നേതാക്കന്മാരിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം. എന്നാൽ അതിന് SPGയുടെ ഒരു അനുമതി ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് പോകാനുള്ള സാധ്യത കുറവാണെന്ന് തന്നെയാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നടക്കം ലഭിക്കുന്ന വിവരം. എന്തായാലും പ്രിയങ്ക ഗാന്ധി എത്തുമെന്നാണ് ഇതുവരെയുള്ള ലഭിക്കുന്ന വിവരം. എന്നാൽ ഔദ്യോഗികമായി
ഏത് സമയം എത്തും, അല്ലെങ്കിൽ നാളെ ഏത് സമയത്തായിരിക്കും നാമനിർദ്ദേശ പത്രിക രാഹുൽ ഗാന്ധി സമർപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ഈ യോഗശേഷം കോൺഗ്രസ് നേതാക്കൾ മാധ്യമപ്രവർത്തകരെ അറിയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. രതീഷ്, ഇപ്പോൾ ഈ ഒരു യോഗത്തിൽ പ്രധാനമായും പങ്കെടുക്കുന്നത് ആരൊക്കെയാണ്? നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ AICC ജനറൽ സെക്രട്ടറിമാരായ മുകുൾ വാസ്നിക്, KC വേണുഗോപാൽ, ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ, മുസ്ലിം ലീഗ് നേതാക്കളായ KPA മജീദ്, PK കുഞ്ഞാലിക്കുട്ടി, കോഴിക്കോട്, വയനാട്, മലപ്പുറം DCC പ്രസിഡന്റുമാർ, മറ്റ് പ്രധാന ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവരെല്ലാം തന്നെ ഇപ്പോൾ നടക്കുന്ന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം UDF നേതാക്കൾ കോഴിക്കോട് യോഗം ചേരുകയാണ്. യോഗം പുരോഗമിക്കുന്നു. യോഗത്തിൽ വയനാട് പ്രചാരണം അടക്കമുള്ള വിഷയങ്ങളാണ് ചർച്ചയാകുന്നത്. രാഹുൽ ഗാന്ധി ഇന്ന് എത്തും. കോഴിക്കോടാണ് അദ്ദേഹം ആദ്യം എത്തുക. ശേഷം നാളെ ആയിരിക്കും വയനാട്ടിലേക്ക് പോകാൻ സാധ്യത. എന്തായാലും ഇപ്പോൾ യോഗം പുരോഗമിക്കുകയാണ്. രാഹുൽ എത്തുന്നതും തുടർന്നുള്ള കാര്യങ്ങളുമാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ചാ വിഷയം ആയിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും രാഹുലിനൊപ്പം നാമനിർദ്ദേശക പത്രിക സമർപ്പണ വേളയിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് ലതീഷ് നൽകിയത്. വയനാട്ടിലെ പ്രചാരണത്തിൽ ലീഗിന്റെ പതാക കുറയ്ക്കാൻ മുസ്ലിം ലീഗ് നേതാവിന്റെ നിർദ്ദേശം. മുസ്ലിം ലീഗ് പതാക പ്രചാരണത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് തിരിച്ചടിയാകുമെന്നാണ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി യഹ്യ ഖാൻ തലക്കൽ പറയുന്നത്. രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിക്കാൻ എത്തുമ്പോഴും മറ്റു പ്രചാരണങ്ങളിലും പച്ചക്കൊടികളുടെ എണ്ണം കുറയ്ക്കണമെന്നാണ് നിർദ്ദേശം. നേതാക്കന്മാരടങ്ങിയ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൂടെയാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും. ഞാൻ യഹ്യ ഖാൻ തലക്കലാണ്. ഞാനിപ്പോൾ ഇങ്ങനെ വാട്സപ്പിലൊരു സൗണ്ട് വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള സാഹചര്യം, ഇന്ന് ദേശീയ മാധ്യമങ്ങളിൽ വലിയൊരു വാർത്തയുണ്ട്. ആ വാർത്ത ഉത്തരേന്ത്യയിലെ വോട്ടർമാരെ വളരെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് സാധിക്കുന്ന തരത്തിലാണ് പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള മിക്ക പ്രകടനങ്ങളുടെയും വീഡിയോ ദേശീയ മാധ്യമങ്ങൾ പകർത്തിയിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങൾ പകർത്തിയിട്ടുള്ള മിക്ക പരിപാടികളിലും അവർ കോൺഗ്രസിൻ്റെ ത്രിവർണ പതാക ബോധപൂർവം ഒഴിവാക്കി കൂടുതൽ പച്ച പതാകയാണ് അവർ കാണിക്കുക. നമ്മൾ മുസ്ലിം ലീഗ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് വലിയ ആവേശമായിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള പ്രചരണം വലിയ അപകടകരമായ അവസ്ഥയാണ് രാജ്യത്ത് ആകമാനം ഉണ്ടാക്കുക. കാരണം മുസ്ലിം ലീഗിൻ്റെ പതാക ഹരിത പതാകയും പാകിസ്ഥാൻ മുസ്ലിം ലീഗിൻ്റെ പതാകയും MSFന്റെ പതാകയും അതേപോലെ തന്നെ പാകിസ്ഥാന്റെ പതാകയും ഒക്കെ ഏറെ സാമ്യമുള്ളതാണ്. അക്ഷരാഭ്യാസമില്ലാത്ത നിരക്ഷരരായ അനേക കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ്, വോട്ടർമാരുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. നമ്മുടെ നരേന്ദ്രമോദിയെ പോലത്തെ ഒരു പ്രധാനമന്ത്രിക്ക് രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ പിന്തുണയോടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രകടനത്തിൽ പാകിസ്ഥാന്റെ കൊടി, രാഹുൽ ഗാന്ധിയുടെ പ്രകടനത്തിൽ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ കൊടി എന്നൊക്കെ നരേന്ദ്രമോദിയെ പോലുള്ള പ്രധാനമന്ത്രി തന്നെ ട്വിറ്ററിൽ ടാഗ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആ പ്രചരണം അനേകായിരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വലിയ സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം നമുക്ക് അഭിമാനം നൽകുന്നതാണ്. മുസ്ലിം ലീഗിന്റെ സംഘടനാ ബലത്തിലാണ് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരാൾ മത്സരിക്കാൻ വരുന്നത്. അത് രാഹുൽ ഗാന്ധിക്കും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനും മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും ഒക്കെ തന്നെ അറിയാവുന്ന സത്യവുമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണഫലം തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ മതേതരത്വത്തിന്റെ കാവൽക്കാരനെ ജയിപ്പിക്കാനും അദ്ദേഹത്തിന് വേണ്ടി പണിയെടുക്കാനും നമുക്ക് കിട്ടുന്ന അവസരം എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. പക്ഷേ നമ്മുടെ ചില ആവേശകരമായിട്ടുള്ള ഇടപെടലുകൾ, നമ്മൾ ആവേശം കൊണ്ടാണ്, നമ്മുടെ ഹരിത പതാകയോടുള്ള നമ്മുടെ പ്രേമം കൊണ്ടാണ്, ഇഷ്ടം കൊണ്ടാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ആ ഇഷ്ടം ചില സമയങ്ങളിൽ മറ്റു പ്രദേശങ്ങളിൽ ജനാധിപത്യ ചേരിക്ക് വലിയ അപകടമുണ്ടാക്കും. അതുകൊണ്ട് ഇനിയുള്ള നമ്മുടെ ഈ പത്രിക സമർപ്പണ ദിനം, അതേപോലെ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള കലാശക്കൊട്ട് എന്നിവയിൽ നമ്മുടെ പതാക ഉപയോഗിക്കുന്നതിന് പകരം
നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അതിൻ്റെ ഒരു പാകത്തിന് നമ്മുടെ സാധാരണ ലീഡേഴ്സ് മുന്നണിയിലെ എല്ലാ പാർട്ടിയുടെയും കൊടി പാകത്തിന് ഉപയോഗിക്കുക. അതിന് പകരം നമ്മൾ പുതപ്പ് പോലെ സാരി പോലെയുള്ള വൻ പതാകകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയും അതേപോലെ തന്നെ അമിതമായി നമ്മൾ ആവേശം തീർത്ത് ഈ നമ്മുടെ പതാക മാത്രം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുകയും ചെയ്യുന്നതായിരിക്കും ഉചിതം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ അഭിപ്രായം പറയുമ്പോൾ പല ആളുകൾക്കും ഇത് എന്താണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടാകാം. വിവേകത്തോടു കൂടി നിങ്ങൾ കുറച്ചു നേരം നിങ്ങൾക്ക് ചിന്തിച്ചാൽ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം അത് അപകടം ചെയ്യും. നമുക്ക് എന്നിട്ടോ കലാശക്കൊട്ട് കഴിഞ്ഞ് നമ്മൾ മെയ് 23-ന് നമ്മൾ വിജയം ആഘോഷിക്കുമ്പോൾ നമ്മുടെ പതാക നമുക്ക് മുഴുവനായിട്ട് നിറച്ചുപയോഗിക്കാനും നമ്മുടെ പതാക മാത്രം കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് മാറ്റാനും സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ തെറ്റിദ്ധാരണകളൊന്നും തോന്നരുത്. ഇന്നത്തെ ദേശീയ മാധ്യമങ്ങളിലെ ചില ചർച്ച ആണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളത്. എല്ലാവരും അത് അതിൻ്റെ ഗൗരവത്തിലെടുക്കും എന്ന് മനസ്സിലാക്കുന്നു. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടിയാണ് എന്ന് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ പറഞ്ഞാൽ അത് കോൺഗ്രസിന് ഉത്തരേന്ത്യയിൽ വലിയ നഷ്ടമുണ്ടാകും. അതിനുള്ളൊരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ചേരുകയാണ്. അനൂപ്, വയനാട്ടിലെ പ്രചരണത്തിൽ ലീഗിന്റെ പതാക കുറയ്ക്കാൻ മുസ്ലിം ലീഗ് നേതാവ് നടത്തിയിരിക്കുന്ന നിർദ്ദേശത്തിന്റെ ശബ്ദശകലമാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വയനാട്ടിലെത്തുമ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തകർ പച്ചക്കൊടി പിടിക്കാതെ പ്രകടനത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും നല്ലതെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ നേരത്തെ കോൺഗ്രസ് വലിയ തോതിലുള്ള പ്രചരണം നടത്തിയിരുന്നു. ലീഗ് പതാകയുടെ ബഹുമാനമെല്ലാം ഉണ്ടെങ്കിലും പച്ചക്കൊടി പ്രകടനത്തിൽ നിറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രധാനമായും ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ക്ഷീണമുണ്ടാക്കുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ അഭിപ്രായപ്പെട്ടത്. ഇത് വലിയ തോതിൽ UDFന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും എല്ലാം തന്നെ പ്രചരിക്കുകയുണ്ടായി. ചില UDF ഗ്രൂപ്പുകളിൽ പച്ചക്കൊടി ഉണ്ടാക്കാവുന്ന അപകടം ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്റ് ഇട്ടത് ലീഗ് പ്രവർത്തകർക്കിടയിൽ വലിയ തോതിൽ അസംതൃപ്തിയുണ്ടായിരുന്നു. എന്നാൽ ഇതിനിടെയാണ് ലീഗ് നേതാവിന്റെ തന്നെ ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം ലീഗ് അനുകൂല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നത്. ലീഗ് നേതാക്കൾ ഉൾപ്പെടുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ലീഗ് ജില്ലാ സെക്രട്ടറി യഹ്യാഖാൻ തലക്കൽ പറഞ്ഞത്. യഹ്യാഖാൻ തലക്കൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. കൊടി ഒഴിവാക്കിക്കൊണ്ട് ലീഗ് പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്താൽ മതിയെന്നാണ് ഇദ്ദേഹം നിർദ്ദേശിക്കുന്നത്. പ്രധാനമായും പാകിസ്ഥാൻ പതാകയോടുമെല്ലാം സാമ്യമുള്ള മുസ്ലിം ലീഗിന്റെ പതാക ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് ഉത്തരേന്ത്യയിൽ BJP അല്ലെങ്കിൽ സംഘപരിവാർ വലിയ തോതിലുള്ള പ്രചരണങ്ങൾക്ക് കാരണമാക്കുന്നുണ്ട്. ലീഗ് പിന്തുണയോടുകൂടിയാണ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ വോട്ട് എന്ന ശക്തമായ അടിത്തറ ലക്ഷ്യമാക്കിയാണ് രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടി വയനാട്ടിൽ മത്സരിക്കുന്നു തുടങ്ങിയ പ്രചാരണങ്ങളെല്ലാം വലിയ രീതിയിൽ ശക്തമായിരുന്നു. മുസ്ലിം ലീഗ് പതാക ഇത്തരത്തിൽ പ്രചരണങ്ങളിൽ നിറയുന്നത് ഉത്തരേന്ത്യയിൽ വലിയ വിപരീത ഫലമുണ്ടാക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതാക്കൾ പോലും ഭയക്കുന്നുണ്ട്. ഏതായാലും ഇതിന്റെ എല്ലാം ഭാഗമായാണ് കോൺഗ്രസ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ലീഗ് ഗ്രൂപ്പുകളിലും എല്ലാം ഇത്തരത്തിലുള്ള പ്രചരണം നടന്നത്. ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള പ്രചരണം നടക്കുന്നത്. രാഹുൽ ഗാന്ധി മുസ്ലിം ലീഗ് പിന്തുണയോടെയാണ് കേരളത്തിൽ മത്സരിക്കുന്നതെന്ന് BJP വലിയ തോതിൽ പ്രചരിപ്പിച്ച് കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ലീഗ് നേതാവിന്റെ പരാമർശം വരുന്നത്. വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയുള്ള മുസ്ലിം ലീഗിന്റെ പ്രചരണത്തെ ഇതിനകം തന്നെ സംഘപരിവാർ തെരഞ്ഞെടുപ്പ് ആയുധമാക്കിയിട്ടുമുണ്ട്. രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം പാകിസ്ഥാൻ കൊടികളേന്തി ചിലർ ആഘോഷിക്കുകയാണെന്ന് BJP നേതാവ് പ്രേരണകുമാരി നേരത്തെ ട്വീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതെല്ലാം വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. രാഹുൽ വയനാട് തെരഞ്ഞെടുത്തത് എന്തിനാണെന്ന് മനസ്സിലായിരിക്കുമെന്നാണ് പ്രേരണകുമാരി നേരത്തെ ട്വീറ്റ് ചെയ്തത്. ഏതായാലും ഇത്തരത്തിൽ വലിയ രീതിയിൽ മുസ്ലിം ലീഗ് പതാക ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് ഉത്തരേന്ത്യയിൽ BJP നടത്തുന്നത്. അതായത് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് ശക്തി പകരാനാണ് ഈ കോൺഗ്രസ് പതാകകളെക്കാൾ കൂടുതൽ ലീഗിന്റെ ആവേശവും അല്ലെങ്കിൽ കൊടിയും കൂടുതൽ ഉപയോഗിക്കുന്നത് കാരണമാക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലീഗ് പതാകകൾ കുറയ്ക്കണം പ്രചരണത്തിൽ എന്നുള്ള ഒരു നിർദ്ദേശം ലീഗ് നേതാവിന്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നത്. ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ മത്സരിക്കാൻ ഭയമായതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് പോയതെന്ന് മോഡിയും കഴിഞ്ഞ ദിവസം ഒരു പരാമർശം നടത്തിയിരുന്നു. ഏതായാലും ഭൂരിപക്ഷ സമുദായത്തിന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരു പാർട്ടിയുടെ നേതാവിന്
ഭയമാണെന്നും ഇതിനാലാണ് ഇത്തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ ശക്തിയുള്ള മേഖലയിലേക്ക് രാഹുൽ ഗാന്ധി പോയതെന്നുമെല്ലാമാണ് ഉത്തരേന്ത്യയിൽ പ്രചരണം. ഇതിനിടെയാണ് ഇത്തരത്തിലൊരു പരാമർശവും വന്നിരിക്കുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ലീഗിന് മുന്നിൽ കോൺഗ്രസ് കീഴടങ്ങുന്നത് തുല്യമാണെന്നും വർഗീയമായ ചേരിതിരിവുണ്ടാക്കാനും അതുവഴി BJPക്ക് ഗുണമുണ്ടാക്കാനും മാത്രമേ സ്ഥാനാർത്ഥിത്വം ഇതുകൊണ്ട് ഉപകരിക്കൂ എന്നുള്ള വിമർശനമെല്ലാം ഇതിനൊക്കെ ഉയർന്നു കഴിഞ്ഞതാണ്. ഏതായാലും ഇതിനിടെ DCC അംഗം മജീദിന്റെ ഒരു പരാമർശവും ഇതിനകം ദേശീയ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. SDPI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് എന്നുള്ള തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം ദേശീയ മാധ്യമങ്ങൾ തന്നെ ഇതിനകം പുറത്തുവിട്ടിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ശക്തി പകരാൻ ലീഗിന്റെ പതാക കുറയ്ക്കുക എന്നുള്ളൊരു നിർദ്ദേശമാണ് ലീഗ് നേതാവ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നത് ലീഗ് നേതാവിന്റെ തന്നെ പരാമർശം പുറത്തു വന്നിരിക്കുന്നു. കൊടികളിൽ എണ്ണം കുറയ്ക്കുക, ആവേശം വലിയ രീതിയിലുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആവേശവും വലിയ കൊടികളേന്തിയുള്ള പ്രകടനവും പ്രചാരണത്തിലെ പങ്കാളിത്തവും കുറയ്ക്കുക എന്നാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് നമുക്കറിയാം നേരത്തെ തന്നെ ഒരു മൃദു ഹിന്ദുത്വ നിലപാടുമായി മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് അത്തരം ഒരു നിലപാട് തന്നെയാണ് ഇവിടെയും സ്വീകരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അവർക്ക് പ്രശ്നമാകുന്നത് ലീഗിന്റെ വലിയ തോതിലുള്ള സാന്നിധ്യവും സ്വാധീനവുമാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് നിർണായകമായ ശക്തിയുള്ള വയനാട് മണ്ഡലത്തിലെ പല മേഖലകളിലും ഇത്തരത്തിലുള്ള പ്രചാരണം ഉത്തരേന്ത്യയിൽ തിരിച്ചടിയാകുമെന്നത് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ ലീഗ് തങ്ങളുടെ സ്വന്തം പതാക തന്നെ കുറയ്ക്കണമെന്ന് അണികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അനൂപ്, നമുക്കറിയാം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതിന് പിന്നാലെ വളരെ വലിയൊരു ആഘോഷ പ്രകടനമാണ് മുസ്ലിം ലീഗിൽ നിന്നും ഉണ്ടായത്. അതിൽ അവർ കൂടുതലായി ഇവരുടെ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ആഘോഷമാണ് നടത്തിയത്. പിന്നാലെ BJP സംഘപരിവാർ ഗ്രൂപ്പുകളിൽ ഫേസ്ബുക്ക് പേജുകളിലടക്കം ഇതിനെതിരെ കൂടുതൽ പരാമർശങ്ങൾ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ വർഗീയ മുതലെടുപ്പിന് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള പ്രസ്താവനകൾ BJPയുടെയും സംഘപരിവാറിന്റെ ഗ്രൂപ്പുകളിൽ ഒരുപാട് നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് നേതാവ് തന്നെ ഇത്തരത്തിലൊരു ആവശ്യവുമായി മുൻപോട്ട് വരുമ്പോൾ ഇത് സംഘപരിവാറിനെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന രീതിയിലാവുകയല്ലേ? തീർച്ചയായും അത്തരമൊരു വലിയ രാഷ്ട്രീയ കുഴപ്പത്തിലേക്കാണ് ലീഗ് എത്തിപ്പെട്ടിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള മുസ്ലിം ലീഗ് പതാകകൾ പരാമർശിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും ഏത് രീതിയിൽ പ്രതിരോധിക്കണമെന്നുള്ള ഒരു വ്യക്തത ലീഗിനില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു കൃത്യമായ അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷി അവരുടെ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളെ ഏത് രീതിയിൽ നേരിടണം എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ. ഈ ആശയക്കുഴപ്പം കൃത്യമായി എങ്ങനെ പ്രതിരോധിക്കണമെന്ന ലീഗിന് തന്നെ വ്യക്തതയില്ല. ലീഗ് നേതാവ് തന്നെ ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് തങ്ങൾക്ക് പ്രകടനത്തിലോ അല്ലെങ്കിൽ നിർണായകമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാതെ പ്രവർത്തിക്കേണ്ടി വരിക, പ്രചരണത്തിൽ പങ്കെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന് വന്നുപെട്ടിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ നമുക്കറിയാം വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ ഗ്രൂപ്പുകളിൽ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. നേരത്തെ പ്രേരണ കുമാരിയുടെ ട്വീറ്റ് തന്നെ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള BJP ദേശീയ നേതൃത്വത്തിലെ പലരെയും ടാഗ് ചെയ്തുകൊണ്ടാണ് അവർ തന്നെ ഇത്തരത്തിൽ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ട്വീറ്റ് നിരവധി പേർ ഏറ്റെടുക്കുകയും ഇത്തരത്തിൽ പാകിസ്ഥാൻ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതികൂലമായ ഒരു പ്രചരണമാണ് സംഘടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വലിയ വർഗീയത ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രചരണമാണ് സംഘടിപ്പിക്കുന്നത്. ഉത്തരേന്ത്യയിൽ മുസ്ലിം ലീഗ് എത്തിപ്പെട്ടിരിക്കുന്നതും ഇത് കാരണമുള്ള ഒരു രാഷ്ട്രീയക്കുഴപ്പത്തിലാണ്. ലീഗിന്റെ പതാകകൾ വലിയ രീതിയിലുള്ള പതാകകളും ആവേശവും വർദ്ധിച്ചാൽ ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് വലിയ രീതിയിൽ തിരിച്ചടിയാകും. ഇത് പ്രധാനമായും മുസ്ലിം ലീഗ് നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധി ഒളിച്ചോടി എന്ന BJP സംഘപരിവാർ പ്രചരണത്തിന് ശക്തി പകരാനും ഇത് കാരണമാക്കും. ഇതാണ് തങ്ങളുടെ കൊടികൾ അല്ലെങ്കിൽ തങ്ങളുടെ പ്രചരണത്തിലെ തങ്ങളുടെ സാന്നിധ്യവും സ്വാധീനവും കുറയ്ക്കണമെന്ന് അവർ നിർദ്ദേശിക്കുന്നത്. നേരത്തെ കോൺഗ്രസ് ഗ്രൂപ്പുകളിലാണ് ഇത് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എന്നത് കൗതുകകരമാണ്. ആദ്യം കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ വന്ന പ്രചരണം ലീഗിനോട് ബഹുമാനമുണ്ട്, എന്നാൽ കേരളത്തിൽ മാത്രമാണ് ലീഗ് നിർണായകമായ ഒരു ശക്തിയായിട്ടുള്ളത്. ഉത്തരേന്ത്യയിൽ വലിയ രീതിയിലുള്ള വർഗീയ പ്രചാരണം ഇതിനകം തന്നെ സജീവമാണ്. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ, സംഘപരിവാർ നേതാക്കൾ ഇത്തരത്തിലുള്ള പ്രചാരണം അഴിച്ചുവിട്ടിട്ടുണ്ട്. ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരിക മുസ്ലിം ലീഗാണ്.
പ്രധാനമായും ഈ കൊടികളെല്ലാം ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് വലിയ രീതിയിൽ കോൺഗ്രസിന്റെ നമുക്കറിയാം വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പല മേഖലകളിലും കോൺഗ്രസിനേക്കാൾ ആധിപത്യമുള്ളത് മുസ്ലിം ലീഗിനാണ്. ഈ മേഖലകളിലെല്ലാം തന്നെ കോൺഗ്രസ് പതാകകളുടെ എണ്ണത്തിലും വലിയ കൂടുതലാണ് മുസ്ലിം ലീഗ് പതാകകൾ. ഇത് കൃത്യമായും ദയവായി തുടരുക. ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം ജയചന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ എം ജയചന്ദ്രൻ, രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു പിന്നാലെ വയനാട്ടിൽ കോൺഗ്രസും ഒപ്പം തന്നെ മുസ്ലിം ലീഗും നടത്തിയ ആഘോഷ പരിപാടികളും തുടർന്നുള്ള എല്ലാ രീതിയിലുമുള്ള അവരുടെ ആഹ്ലാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് മുസ്ലിം ലീഗ് തങ്ങളുടെ പച്ച നിറത്തിലുള്ള പതാക ഉയർത്തിയതിനെതിരെ സംഘപരിവാർ പല രീതിയിലുള്ള വിമർശനങ്ങളും മറ്റുമായിട്ട് ഫേസ്ബുക്ക് അടക്കമുള്ള പേജുകളിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ക്യാമ്പയിൻ തുടങ്ങിയത്. ഇപ്പോൾ ഇതാ വയനാട്ടിലെ പ്രചരണത്തിൽ ലീഗിന്റെ പതാക കുറയ്ക്കാൻ മുസ്ലിം ലീഗ് നേതാവ് തന്നെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിലൊരു നിർദ്ദേശം അടങ്ങിയ വോയിസ് ക്ലിപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിരിക്കുകയാണ്. എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സൂചനകൾ വളരെ വ്യക്തമല്ലേ? കാരണം മുസ്ലിം ലീഗിന്റെ സീറ്റ്, മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള സീറ്റിൽ ഈ പ്രദേശത്ത് വന്നിട്ട് വേണം രാഹുൽ ഗാന്ധിക്ക് ജയിക്കാൻ എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ രാഹുൽ ഗാന്ധിയുടെ ഈ കോൺഗ്രസുകാരുടെ ഇടത്തും വലത്തുമായിട്ട് ലീഗ് പതാകമാണ് കൂടുതൽ പാറി പറക്കുന്നതിന് വ്യാപകമായ വാർത്തകൾ വരുന്നു, വിമർശനങ്ങൾ വരുന്നു. നമുക്ക് പെട്ടെന്ന് ഓർത്തു പോകുന്നത് 1980 ഇന്ദിരാഗാന്ധി മഞ്ചേരിയിൽ വന്നപ്പോ പറഞ്ഞൊരു കാര്യമാണ്. അവര് നഗരപ്രചരണത്തിൽ വന്നപ്പോഴേക്ക് വേദിയിലുണ്ടായിരുന്ന പച്ചക്കൊടികൾ, ആ പച്ചക്കൊടികൾ എടുത്ത് മാറ്റിയിട്ടാണ് അവർ വേദിയിൽ കയറാൻ തയ്യാറായത്. അത് ചരിത്രമാണ്, അതെല്ലാവരും ഓർമ്മിക്കുന്ന ചരിത്രവുമാണ്. അതിനോട് ചേർത്ത് വായിക്കേണ്ടതും കൂടിയാണിത്. കാരണം അന്ന് ഇന്ദിരാഗാന്ധി അങ്ങനെ പരസ്യമായി പറഞ്ഞെങ്കിൽ ഇത്തവണ പരസ്യമായി രാഹുൽ ഗാന്ധിയുടെ കൂടെ ഉള്ളത് ലീഗിന്റെ കൊടികളാണ്. അത് അവർക്ക് തന്നെ മോശപ്പെട്ട കാര്യമാണെന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രകടമായ ഒരു തെളിവായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നു. തീർച്ചയായും വ്യക്തമാണ്. വളരെയധികം നന്ദി ശ്രീ എം ജയചന്ദ്രൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ സീതാറാം യെച്ചൂരി എറണാകുളം പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുന്നു. അതിലേക്ക്. Under this Modi government's rule, every aspect of our constitutional foundations has come under a severe attack. Whether it's attack on the institutions, like we are seeing today, right from the parliament itself to every other institution and the authority created by the Indian constitution and our parliamentary democracy, the communal polarization and the atmosphere of hate and violence that has been created over these years is the rupturing of social fabric. The economic policies are ruining the livelihood of crores of people. All this is creating a situation whereby the defense of India as we know of it post-independence, that becomes the paramount task. So what the CPIM is aiming countrywide is first to defeat this government, second to increase the strength of the left and the CPIM in the parliament in order to put the pressure on the alternate secular government, which is the third point which we are making, an alternate secular government that should assume charge after the elections, in order to put pressure on that to change the policy directions which are pro-people. The strength of the left is important. My appeal to the people of Kerala has been, in the last 4 days, that whenever such a situation arose in the country, particularly in 2004, when all the secular forces came to the conclusion that continuation of the Vajpayee government would be disastrous for India, had then said we'll work for the establishment of an alternative government, an alternative secular government, and no alternative secular government in 2004 was possible without the Congress party's involvement. Knowing that full well, the people of Kerala elected 18 out of the 20 LDF MPs from the state. In fact, Congress got 0 when it was clear that the secular government will have to be with the Congress, whatever be the role before the elections, but without the Congress it was not possible. That, I believe, was the maturity of the Kerala people, saying that yes, secular government at the center, but the most consistent upholder of secularism or secular democracy is the left. But more importantly, the stronger the left in a secular government,
the greater the pressure to take pro-people policies. And that was the experience of UPA 1. With the right to information, right to rural employment guarantee, the right to the tribals for their forest produce, the forest lands, the right to education, the right to food security, etc. All these rights were possible because of the left's presence. So therefore today the situation is much worse than what it was in 2004. Atal Bihari Vajpayee is a mild form compared to Mr. Narendra Modi. And this time the task is much more, more important and more necessary. So therefore, our appeal to the people of Kerala was that like in 2004, the maturity you showed, in this election, similar, if not a better, level of maturity is necessary. So while we are saying, CPIM and the left, that our priority is to oust this Modi government and bring about a secular alternative government, the Congress has chosen to field its president in Kerala. I have said very clearly right from the beginning, today, this is a democracy in that anybody can contest from anywhere according to the law. So that is their right, that is something which we are not objecting. But what we are asking is, what is the message you are sending? Our priority is to defeat Modi to bring about an alternative secular government. Choosing a place where the BJP is not the threat, but the main contest in Kerala for decades has been between the LDF and the UDF. So targeting in this situation to defeat the LDF rather than the BJP, what is the signal that the Congress wishes to give? That is our poser to them. In fact, even everybody in Kerala is also asking, what is that purpose? To all of you, I'll be the champion of your right to information and your right to expression. But then some of you have expressed yourselves in such a way that it has also been a travesty of truth, if not justice. It was said that I told Rahul Gandhi to contest from the south. It's ridiculous, but I didn't tell Indira Gandhi to contest from Chikmagalur. I didn't tell Sonia Gandhi to contest from Bellary. The Congress has always contested, the Congress was off late, since Indira Gandhi's time. They've always contested a seat in the north and in the south. Modi tried to copy them, but be a little different, so he said, I'll contest on the east and the west. So it is, Gujarat and Benares, Benares or Varanasi. So there is no need for anybody to tell any party what to do. The point is that what is the choice of your seat? What is the choice from which, what is the message that is being given? Well, that is their business that they'll have to answer. But to the people of Kerala, our only point is, the stronger the left, the greater the possibility and a chance of pro-people policies that will at least provide relief to the crores of people who've been ruined during the last 5 years. Demonetization, GST, the attacks on the deepening of the agrarian crisis, the growing unemployment. This has actually ruined the livelihood of crores and crores of people. You require a certain shift in the policies. For that, the left's strength is an important role to play. And that is why strengthen the left. And this time, I've appealed to the people of Kerala, unlike 2004, where you gave 18 out of 20, this time give us all 20 out of 20. And that is what we are aiming at. You see, my schedule, I asked our state, normally our practice is that the state committees, concerned state committees in the states, give us a program saying these are the dates we would like you to come.
And on that basis, according to the other schedules in other states, etc., we finally decide on the dates. So not now, for the last 3 decades in the party, whenever I do it, that my only information to the state committee is I'll be arriving on so-and-so day, I'll be leaving on so-and-so day. In between that, what is the program that they decide? So I think before the decision of the Congress president fighting from Wayanad, my program was decided. So I'm here now for how many? 4 plus 5, 9, 10 days virtually in Kerala. I'll come back here again on the 16th. Until the 21st I'll remain here. So they'll work out the program. On which, I have no, neither do I wish to control that process, because various leaders will be coming for the campaign, so they must be adjusting. But in any case, as of now, in my program, I'll be covering 17 out of the 20 constituencies. So, I think a more extensive program for anybody from the center would not be possible. So that the state committee will decide. If they think there's a need to rework the program, that they'll do. Well, normally we don't do that. When the state committee doesn't say so, we don't normally violate and do it, because state committee has an idea of which leaders are coming for how many days and how to allocate all the constituencies, etc. But I'm sure the state committee will also consider this point, because you have been very actively making this point in the media. So let us see. Let us see what my next leg of program would be. But as of now, you're right. It doesn't include, I think it doesn't include Wayanad, it doesn't include Alathur, and it doesn't include one more. You just check from the list. No, Palagat, yeah, probably Palagat, correct. Rahul Gandhi contesting from Wayanad, do you think that it is going to create a kind of a dislocation in the opposition alliance, even pre-poll alliance as well as the post-poll alliance? Well, you see, the commitment, at least I can speak of my party. My party's commitment is unquestionably and unambiguous. That first, defeat this BJP government; second, work for the establishment of an alternate secular government. That is what we will do. That is what non-negotiable as far as India and the people are concerned. Now, for the Congress, they'll have to work it out. You see, in some states, like where the regional parties have taken the lead, like in Tamil Nadu, like in Bihar, you have some understanding in place. In places like Uttar Pradesh, they don't know whether there's some understanding that Congress contesting separately would be better. So that because politics is unfortunately not arithmetic, and the recent experience of Chhattisgarh assembly elections is a very, very pointed eye-opener, when everybody thought, the entire media, all of you even wrote, not you in Kerala, you were not so much concerned maybe, but in North India, the whole media says that Ajit Jogi and Mayawati's alliance is going to cut into the Congress support base, and BJP has an easy run. What happened? Congress won with a 2/3 majority. Now, if you go deeper into it, I'm sorry, I don't mean to offend anybody, but beyond the SMS messages and Twitter, if you actually go down to the earth and actually see the ground reality, what is it? Ajit Jogi cut into the tribal support base of the BJP. Mayawati cut into the Dalit support base of the BJP. And their losses in these two sections was the Congress has gained. So that is politics, it's not arithmetic. So now how things will work out, that we'll see. But I don't think, as far as we are concerned, the commitment for an alternate secular government, that continues to remain. But who is facilitating it and who is creating problems, that the people will have to see and decide. That is why I said the Congress has to say. Taking on the left as the principal adversary by the principal campaigner is what is the signal that you are giving. What
it's very difficult to analyze the Congress and try to reason out with them or to try to reason their decisions. But it's always been that, and so it's very difficult. That is something they'll have to answer, honestly. I also can't really understand why take on the left now, knowing full well that it's not the Congress. For the RSS, BJP, the principal ideological adversary is the left. That's why the pointed targeting in Tripura, Bengal, Kerala, I mean, remember what Narendra Modi said after Tripura victory for the BJP. എറണാകുളം പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസിൽ സീതാറാം യെച്ചൂരി സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം തുടർച്ചയായ ആനന്ദ് തുടരും.